വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിദേശത്തു നിന്നും പ്രോട്ടോകോൾ ലംഘിച്ച് മതഗ്രന്ഥങ്ങൾ എത്തിച്ച് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ.ടി. ജലീലിനെ കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും. കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. മതഗ്രന്ഥം വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. നേരത്തെ NIA-യും ED-യും ഓരോ തവണ വീതം ജലീലിനെ ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി N. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, നേരത്തെയും ജലീൽ ഇതേ വിഷയത്തിൽ മറ്റ് ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് വിധേയനായിരുന്നു. ഇന്ന് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് നീക്കം ഏത് രീതിയിലാണ്? എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ജലീൽ ഉത്തരം പറയേണ്ടി വരിക? ED-യും NIA-യും ചോദ്യം ചെയ്ത അതേ വിഷയത്തിൽ തന്നെയാണ് കസ്റ്റംസും ഇന്ന് ജലീലിനെ ചോദ്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് കസ്റ്റംസ് കേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. കാരണം വിദേശത്ത് നിന്ന് വൻതോതിൽ മതഗ്രന്ഥങ്ങൾ ഇവിടെ എത്തിക്കുക, അത് പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയില്ലാതെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിതരണം ചെയ്യുക, ഇത് രണ്ടും കസ്റ്റംസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് അതീവ പ്രാധാന്യമുണ്ട്. ഏതായാലും 32 പാക്കറ്റ് മതഗ്രന്ഥമാണ് സിയാപ്റ്റ് വഴി വിതരണം ചെയ്തിരിക്കുന്നത്. സിയാപ്റ്റിന്റെ ആസ്ഥാനത്ത് ഇതിൽ ചില മതഗ്രന്ഥങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇത് മലപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് കേസ്. പക്ഷെ മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന വഴി ഈ വാഹനത്തിന്റെ GPS സംവിധാനം കേടുവരികയും അത് ഇടയ്ക്ക് വെച്ച് നിലച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. ഇതിലൊക്കെ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഈ ദുരൂഹതയുടെ വ്യക്തത തേടിയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ജലീലിന്റെ ഗൺമാന്റെ മൊബൈൽ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ഇത് സീഡാക്കിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ എന്ന പ്രാധാന്യം കൂടിയുണ്ട്. മാത്രമല്ല, ഈ മൊബൈൽ ഫോണിൽ നിന്ന് സരിത്തിനെ വിളിച്ചതായി തെളിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിളി പോകേണ്ട സാഹചര്യമുണ്ടായത്? പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിലൊന്നായ സരിത്തിന് ഇത്തരത്തിലൊരു കോൾ ഈ മൊബൈൽ ഫോണിൽ നിന്ന് പോകാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും രീതിയിൽ മന്ത്രി തന്നെയാണോ വിളിച്ചത് എന്നുള്ള കാര്യത്തിലും ഒരു ചെറിയ സംശയം കസ്റ്റംസിനുണ്ട്. എന്താണ് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമായി മന്ത്രിയുടെ ഗൺമാനോ അല്ലെങ്കിൽ മന്ത്രിക്കോ ഒരു ബന്ധമുണ്ടാകാനുള്ള സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളും ഇന്ന് വിശദീകരിക്കേണ്ടി വരും. ഏതാണ്ട് ഉച്ചയോടുകൂടി ജലീൽ എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം മലപ്പുറത്തെ വീട്ടിലാണ്. മലപ്പുറത്തെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 8 മണിയോടുകൂടി മാത്രമേ അദ്ദേഹം ഇറങ്ങൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അങ്ങനെ വന്നാൽ ഏതാണ്ട് 12 മണിക്ക് ശേഷമോ 12 മണിയോടുകൂടിയോ മാത്രമേ ഈ എറണാകുളത്തെ കസ്റ്റംസ് ഓഫീസിൽ അദ്ദേഹം എത്താൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യൽ വൈകുന്നേരം വരെ ഉണ്ടാകും എന്നൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരി ശ്രീനാഥ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ ബിനീഷ് കോടിയേരി ഇന്ന് 11ാം ദിവസം. ബംഗളൂരുവിലെയും തിരുവനന്തപുരത്തെയും ബെനാമി സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബിനീഷ് കൃത്യമായി ഉത്തരം പറയുന്നില്ല എന്ന നിലപാടിലാണ് ED. അതേസമയം ബിനീഷിനെ വിശ്രമിക്കാൻ അനുവദിക്കാതെ 24 മണിക്കൂറും ചോദ്യം ചെയ്യുകയാണ് എന്ന് അഭിഭാഷകർ ആരോപിച്ചു. ബംഗളൂരുവിൽ നിന്ന് R. കിരൺ ബാബുവിന്റെ റിപ്പോർട്ട്. ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തെന്ന് ED അവകാശപ്പെടുന്ന അനൂപ് മുഹമ്മദിന്റെ ഡെബിറ്റ് കാർഡ്, അനൂപ് മുഹമ്മദ് ലഹരി കടത്ത് കേസിൽ കൂടി പ്രതിയാണ്. അതോടൊപ്പം തന്നെ ബിനീഷ് ഡയറക്ടറായിരുന്ന ബംഗളൂരുവിലെ B ക്യാപിറ്റൽ ഫോറസ്റ്റ് ട്രേഡിംഗ്, അതോടൊപ്പം തന്നെ B ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ്, തിരുവനന്തപുരത്തെ ടോറസ് റെമഡീസ് എന്നീ കമ്പനികളെ കുറിച്ചാണ് പ്രധാനമായും ഇന്നും ബിനീഷോട് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ 3 കമ്പനികൾ ബിനീഷിന്റെ ബെനാമി കമ്പനികൾ ആണെന്ന വിലയിരുത്തലാണ് പ്രധാനമായും ED ഉള്ളത്. ഇതിന്റെ കൂടുതൽ സാമ്പത്തിക വിവരങ്ങളും ഈ കമ്പനികളുടെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളുമാണ് പ്രധാനമായും ED ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഈ കമ്പനികൾ പലതിൻ്റെയും വിലാസം വ്യാജമാണെന്ന് നേരത്തെ തന്നെ ED കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കമ്പനികളിൽ എന്നാൽ ബിനീഷിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം അഭിഭാഷകനടക്കം കോടതിയിലെടുത്ത നിലപാട് ഈ കമ്പനികളിൽ നിന്നിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നെല്ലാം 2015 ബിനീഷ് രാജിവെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ബിനീഷുമായി ബന്ധമില്ല. അതിനുശേഷമാണ് അനൂപ് മുഹമ്മദുമായി ബന്ധം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി കടത്തുമായോ അല്ലെങ്കിൽ അനൂപ് മുഹമ്മദിന്റെ മറ്റേതെങ്കിലും ഇടപാടുകളുമായോ ഈ കമ്പനികൾക്ക് ബന്ധമില്ല എന്നുള്ള നിലപാടാണ് പ്രധാനമായും ബിനീഷിന്റെ അഭിഭാഷകൻ അവതരിപ്പിച്ചത്.
ബിനീഷും ചോദ്യം ചെയ്യൽ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന് സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ദിവസം കോടതി EDയുടെ കസ്റ്റഡിയിൽ വിട്ട ബിനീഷിനെ പതിവ് പോലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചില്ലെന്നും EDയുടെ മറ്റേതോ കേന്ദ്രത്തിൽ 24 മണിക്കൂറും ചോദ്യം ചെയ്യുകയാണ് എന്നുള്ള ആരോപണം കൂടി ബിനീഷിന്റെ അഭിഭാഷകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം സ്ഥിരമായി കൊണ്ടുപോകുന്ന പോലീസ് സ്റ്റേഷനിൽ ബിനീഷിനെ എത്തിച്ചിട്ടില്ല. മറ്റ് ഒരു സ്ഥലത്ത് നിന്നാണ് അദ്ദേഹത്തെ EDയുടെ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിന് എത്തിച്ചത്. ഇന്നും ഇതേ സ്ഥിതി തുടരുകയാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും ആർ കിരൺ ബാബുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീനുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. റിമാൻഡിലായ കമറുദ്ദീന്റെ ജാമ്യാപേക്ഷയ്ക്കൊപ്പം അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. കമറുദ്ദീൻ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ലീഗ് നേതൃയോഗം നിലപാടെടുത്തിരുന്നു. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീന് പിന്നാലെ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. കമറുദ്ദീനൊപ്പം തട്ടിപ്പിന് കൂട്ടുനിന്ന കമ്പനി മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയ തങ്ങൾ, സ്ഥാപനത്തിലെ ചില ജീവനക്കാർ എന്നിവരുടെ അറസ്റ്റ് അന്വേഷണത്തിൽ നിർണായകമാണ്. നേരിട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ പോയ തങ്ങൾക്കു വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലെ പ്രധാന കണ്ണികളെന്ന് സംശയിക്കുന്ന തങ്ങളുടെ മകൻ ഹിഷാം, ജനറൽ മാനേജർ സൈനുൽ ആബിദ് എന്നിവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ MC കമറുദ്ദീൻ ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കമറുദ്ദീനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭ്യമാകൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കോവിഡ് ടെസ്റ്റ് നെഗറ്റീവായെങ്കിലും കാഞ്ഞങ്ങാട് സബ് ജയിലിലെ പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലാണ് MC കമറുദ്ദീനെ പാർപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് ഉണ്ണിക്കുളത്ത് ക്രൂരപീഡനത്തിനിരയായ 6 വയസ്സുകാരിയുടെ വീട് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് സന്ദർശിക്കും. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ്, വടകര റൂറൽ SP എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് ശേഖരിക്കും. പീഡനത്തിനിരയായ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ചാവക്കാട് SFI പ്രവർത്തകർക്ക് നേരെ SDPI ആക്രമണം. SFI തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്കിന് കുത്തേറ്റു. SFI ജില്ലാ കമ്മിറ്റി അംഗം അമൽ, ഏരിയ കമ്മിറ്റി അംഗം അഭിജിത്ത് എന്നിവർക്കും പരിക്കേറ്റു. അഞ്ചങ്ങാടിയിൽ വെച്ചാണ് ആക്രമണം. ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്ക് വരും വഴിയും SFI നേതാക്കളെ വീണ്ടും ആക്രമിച്ചു എന്ന് പോലീസ് പറഞ്ഞു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് എത്തുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. നിലയ്ക്കൽ എത്തുന്നതിന് 24 മണിക്കൂർ മുൻപെങ്കിലും പരിശോധിച്ച് കോവിഡ് ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. കോവിഡ് സൂപ്പർ സ്പ്രെഡ് സാഹചര്യം ഒഴിവാക്കാൻ നിയന്ത്രണങ്ങൾ വേണം എന്നും ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. 2 ദിവസം മുമ്പുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു തുലാമാസ പൂജ സമയത്തെ നിബന്ധന. ഇതാണ് ഒരു ദിവസമായി കുറച്ചിരിക്കുന്നത്. നിലയ്ക്കലിലെത്തുന്നതിന് 24 മണിക്കൂർ മുമ്പ് കോവിഡ് പരിശോധിച്ച നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയാലേ മല ചവിട്ടാൻ അനുമതി നൽകൂ. രോഗലക്ഷണം ഉള്ളവരെ കയറ്റിവിടില്ല. കോവിഡ് നെഗറ്റീവ് ആണെങ്കിലും മുൻകരുതൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. 30 മിനിറ്റ് ഇടവിട്ടെങ്കിലും കൈകൾ വൃത്തിയാക്കണം. മല കയറുമ്പോഴും ദർശനത്തിന് നിൽക്കുമ്പോഴും 2 അടി അകലം പാലിക്കണം. മാസ്ക് നിർബന്ധമായും ധരിക്കണം. കോവിഡ് ഭേദമായവരാണെങ്കിൽ ശാരീരികക്ഷമത പരിശോധന നടത്തി ആരോഗ്യമുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം മല കയറണം. നിലയ്ക്കലിലും പമ്പയിലും ആളുകൾ കൂടുന്നത് ഒഴിവാക്കണം. തീർത്ഥാടകർക്ക് ഒപ്പം വരുന്ന ഡ്രൈവർമാർക്കും സഹായികൾക്കും ഈ മാർഗനിർദ്ദേശം ബാധകമാണ്. നിശ്ചിത എണ്ണം തീർത്ഥാടകരെ മാത്രമേ ഒരു ദിവസം മല ചവിട്ടാൻ അനുവദിക്കൂ. കോവിഡ് സൂപ്പർ സ്പ്രെഡ് സാഹചര്യം ഒഴിവാക്കാനുള്ള നിയന്ത്രണങ്ങൾ വേണമെന്നും ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4.5 ലക്ഷത്തിലധികം പുതിയ കോവിഡ് ബാധിതർ. 6000-നടുത്ത ആളുകളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 5,07,00,000 പിന്നിട്ടു. 12,61,000-ത്തിലധികം പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. അമേരിക്കയിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 1 ലക്ഷത്തോളമാണ്. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്നലെ 1 കോടി കടന്നിരുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വോട്ടെണ്ണൽ എന്നതിനാൽ ഫലപ്രഖ്യാപനം വൈകുമെന്നാണ് വിലയിരുത്തൽ. 11 സംസ്ഥാനങ്ങളിൽ 56 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലവും വാൽമീകി നഗർ ലോക്സഭാ സീറ്റിലെ ഫലവും നാളെ അറിയാം. 3 ഘട്ടമായി നടന്ന വോട്ടെടുപ്പ് 3734 സ്ഥാനാർത്ഥികൾ. 17ാം ബീഹാർ നിയമസഭയിലേക്ക് ജനങ്ങൾ ആരെ തെരഞ്ഞെടുത്തു എന്ന് നാളെ അറിയാം.
38 ജില്ലകളിലെ 55 സെന്ററുകളിൽ 414 ഹാളുകളിൽ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. മുതിർന്ന പൗരന്മാർക്കും കോവിഡ് രോഗികൾക്കും തപാൽ വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നതിനാൽ വോട്ട് എണ്ണുന്നതിനായി അസിസ്റ്റന്റ് ഇലക്ട്രൽ ഓഫീസർമാരെ അധികം നിയോഗിച്ചിട്ടുണ്ട്. ഓരോ വോട്ടിംഗ് മെഷീനും വിവിപാറ്റ് യൂണിറ്റും സാനിറ്റൈസ് ചെയ്ത ശേഷമാണ് കൗണ്ടിംഗ് ടേബിളിൽ എത്തിക്കുക. സുതാര്യത ഉറപ്പുവരുത്താൻ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്കും പാർട്ടി പ്രതിനിധിക്കും CCTV ദൃശ്യങ്ങൾ കാണാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പിന് 34,000-ഓളം ബൂത്തുകൾ അധികം ക്രമീകരിച്ചിരുന്നതിനാൽ ഫലപ്രഖ്യാപനം വൈകിയേക്കും. അങ്ങനെയെങ്കിൽ സസ്പെൻസ് അവസാനിക്കാൻ സ്ഥാനാർത്ഥികളും പാർട്ടികളും കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. മന്ത്രി KT ജലീലിന്റെ ചോദ്യം ചെയ്യൽ വൈകും. കൊച്ചി കസ്റ്റംസ് ഓഫീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതാണ് കാരണം. കസ്റ്റംസ് ഓഫീസ് സാനിറ്റൈസ് ചെയ്ത ശേഷമേ ജലീലിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയുള്ളൂ. ശ്രീനാഥ്, ഉച്ചയോടുകൂടി ജലീൽ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ വരവ് ഉണ്ടാവില്ലേ? എന്താണ് ലഭിക്കുന്ന വിവരം? KT ജലീൽ എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് രാവിലെ എത്താനായിരുന്നു നേരത്തെ നിർദ്ദേശം നൽകിയത്. അതിനുശേഷം സമയക്രമത്തിൽ അല്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. 12 മണിയോടുകൂടി എത്തിയാൽ മതി എന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ, കസ്റ്റംസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീമതി ബീനയ്ക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സാനിറ്റൈസ് അടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്ത ശേഷം മാത്രമേ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്പം വൈകി എത്തിയാൽ മതി എന്നാണ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് ചോദ്യം ചെയ്യൽ വൈകാനാണ് സാധ്യത. ഇന്ന് 12 മണിക്ക് അല്ലെങ്കിൽ 12 ശേഷമാണ് ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ചോദ്യം ചെയ്യൽ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. മിനിമം 6 മണിക്കൂറെങ്കിലും ചോദ്യം ചെയ്യൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റ് 2 ഏജൻസികളും NIA-യും അതേപോലെ ED-യും ചോദ്യം ചെയ്തപ്പോൾ 6 മണിക്കൂർ 6.5 മണിക്കൂറായിരുന്നു ജലീലിനെ ചോദ്യം ചെയ്തത്. ഏതാണ്ട് അതിന് സമാനമായ സമയം ഇവിടെയും എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന മൊഴി അത് രേഖാമൂലം രേഖപ്പെടുത്തുകയും വേണം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരി ശ്രീനാഥ്. വാരണാസിയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. കൃഷി, ടൂറിസം, അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 219 കോടി രൂപയുടെ 16 പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 394 കോടി രൂപയുടെ 14 പദ്ധതികളുടെ ശിലാസ്ഥാപനവും നിർവഹിക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി ചടങ്ങുകളിൽ പങ്കെടുക്കുക. മലപ്പുറം പൊന്നാനി വെളിയങ്കോട് CPM-CPI പ്രവർത്തകർ തമ്മിൽ സംഘർഷം. CPI പ്രാദേശിക നേതാവ് ബാലൻ ചേരോമലിന് സംഘർഷത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റ ബാലനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫ്ലക്സ് ബോർഡിന് മുന്നിൽ CPI കൊടി ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഉന്തിലും തള്ളിലും വീണാണ് പരിക്ക് പറ്റിയത് എന്നാണ് CPM-ന്റെ വിശദീകരണം. എന്നാൽ CPM പ്രവർത്തകർ തന്നെ കരുതിക്കൂട്ടി ആക്രമിക്കുകയായിരുന്നു എന്നും തലയിൽ കല്ലുകൊണ്ട് അടിച്ചു എന്നും ബാലൻ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 35 സീറ്റുകളിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 33 കോൺഗ്രസും 2 CMPയും സ്ഥാനാർത്ഥികളെയുമാണ് പ്രഖ്യാപിച്ചത്. മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് UDF-ന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം. വനിതാ വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചതിൽ ഭൂരിഭാഗവും. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ 10 പേരും CMPയുടെ ഒരാളും മുൻ കൗൺസിലർമാരാണ്. 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഏതാണ്ട് സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സീറ്റ് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സീറ്റുകൾ സ്ഥാനാർത്ഥിമാരെ വിന്നബിലിറ്റി അനുസരിച്ചുള്ള സ്ഥാനാർത്ഥിമാരുടെ പേര് വിവരങ്ങളൊക്കെ നമ്മൾ ഘടകകക്ഷികളോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പേര് വിവരങ്ങൾ അവർ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ പ്രാദേശിക തലങ്ങളിൽ നമ്മുടെ വാർഡ് കമ്മിറ്റികൾ ചർച്ച ചെയ്ത് വരുന്ന പേരുകളാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ചില വാർഡുകളിൽ നിന്ന് 2 പേരുകളും 3 പേരുകളും ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്നാക്കി ചുരുക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഴക്കമ്പലം മോഡൽ പരീക്ഷണവുമായി രംഗത്തെത്തിയ ട്രിവാൻഡ്രം വികസന മുന്നേറ്റം കോർപ്പറേഷനിൽ 40-ലധികം വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും. 35-ൽ പരം വാർഡുകളിൽ ജയസാധ്യതയുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥികളെ നിർത്താത്ത മറ്റു വാർഡുകളിൽ വികസനത്തെ അനുകൂലിക്കുന്നവർക്ക് പിന്തുണ നൽകുമെന്നും കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ടെക്നോപാർക്ക് മുൻ CEO കൂടിയായ G. വിജയരാഘവൻ പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ്. 3 മുന്നണികളും ശക്തമായി തന്നെ
മത്സരിക്കുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ടൈമിലും അത് തന്നെയാണ് കണ്ടത്. പക്ഷേ അതിന് ബദലായി അല്ലെങ്കിൽ അതിന് സമാന്തരമായ മറ്റൊരു മൂവ്മെൻറ്റ് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇത്തരത്തിൽ വികസനം മാത്രം നയമാക്കി മുന്നോട്ട് വെച്ച് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് മുൻ ടെക്നോ പാർക്ക് CEO കൂടിയായ വിജയരാഘവൻ സാർ. എന്തായാലും സാറും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എന്താണ് നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം? എന്തായിരിക്കും ഈ ഒരു മൂവ്മെൻറ്റ് കൃത്യം പൂർണ്ണ രൂപമായോ? എന്തൊക്കെയാണ് പുറത്തു പറയുന്നത്? മൂവ്മെൻറ്റ് ലക്ഷ്യം വളരെ ക്ലിയറാണ്. അതായത് തിരുവനന്തപുരത്തിൻ്റെ വികസനം കഴിഞ്ഞ കുറേ കാലമായിട്ട് പലപ്പോഴും ഈ വികസനം തടസ്സപ്പെട്ട ചില രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, ചില വ്യക്തി താല്പര്യങ്ങൾ, അതിൽ നിന്നൊരു മാറ്റം വന്ന് തിരുവനന്തപുരത്തിൽ നിന്നും ജയിക്കുന്ന ജനപ്രതിനിധികൾ, കോർപ്പറേഷനായിരുന്നാലും MLA-മാരായിരുന്നാലും MP-മാരായിരുന്നാലും തിരുവനന്തപുരത്തിൻ്റെ വികസനമായിരിക്കും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള രീതിയിൽ ആ ഒരു മനസ്സ് എല്ലാവർക്കും വരണമെന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു ഇതാണ്. അതൊരു ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് എന്നും പിന്നെ ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട്, ട്രിവാൻഡ്രം ഇന്ത്യൻ എന്നും പറഞ്ഞ് ആ രീതിയിലുള്ള ആ കുറേ കൂട്ടായ്മകളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറേ അജണ്ട വെച്ചു, ഡിസ്കഷൻസ് നടന്നു, ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഏകദേശം 7000 പേരുണ്ടായിരുന്നു. ആ 7000 പേരിൽ നിന്നും വന്ന ഐഡിയാസ് 100 ചില്ലുവാനും ഐഡിയാസ് അത് 38ആയിട്ട് ചുരുക്കി ആ 38നെയും വോട്ടിനിട്ടു. 38നെയും വോട്ടിലിട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 91,000+ വോട്ടുകളുണ്ടായിരുന്നു. ആ 91,000+ വോട്ടുകളിൽ നിന്നും പ്രധാനപ്പെട്ട 25 പദ്ധതികൾ തീരുമാനിച്ചു. ആ 25 പദ്ധതികളിൽ ഒന്ന് നമ്പർ 1 എയർപോർട്ട്, നമ്പർ 2 വിഴിഞ്ഞം പോർട്ട്, അത് കഴിയുമ്പോൾ വരുന്നതാണ് റിവർ, നമ്മുടെ വാട്ടർ ബോഡീസും റിവറും അത് നന്നാക്കുക. അങ്ങനെ 25 പദ്ധതികളുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ തരാം. ഈ അജണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ 25 എണ്ണത്തിൽ 10 ഓക്കെയാണ് 15 ഓക്കെയാണെന്നുള്ളതല്ല. രണ്ടാമത്തെ ഒരു കാര്യം, എങ്ങനത്തെ കാൻഡിഡേറ്റ്, അയാൾക്ക് വിദ്യാഭ്യാസം വേണം, അയാൾക്ക് ഇതിനുള്ള കഴിവ് വേണം, അയാൾക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഒരാളായിരിക്കണം, അയാളുടെ എതിരായിട്ട് വേറെ കറപ്ഷനൊന്നും ഇതിനു മുമ്പ് വന്നിരിക്കാൻ പാടില്ല, അങ്ങനത്തെ ആൾക്കാർ വേണമെന്നുള്ള ക്ലിയർ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മെസ്സേജിങ് ആയിരിക്കും ചെയ്യുന്നത് ഇതിൽ. അതുകൊണ്ട് ഒരു വിധത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ചില മറ്റ് പാർട്ടികൾ ഇന്നിപ്പം അനൗൺസ് ചെയ്തിരിക്കുന്ന പല സ്ഥാനാർത്ഥികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരു 50% കൂടുതൽ നല്ല സ്ഥാനാർത്ഥികൾ നമ്മൾ കാണും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ പല ഫ്രണ്ടുകളും ഇന്ന് അനൗൺസ് ചെയ്തതിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നോക്കുമ്പോഴത്തേക്ക് ഒരു വിധത്തിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് എലക്റ്റഡ് പീപ്പിൾ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു ഇമ്പാക്റ്റ് ഇതിൽ വരും. എന്തായാലും വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ചിത്രം വ്യക്തമാകും. ഒരുപക്ഷെ ഇത്തരത്തിൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രമുഖ മുന്നണികൾ, 3 മുന്നണികളുടെയും നെഞ്ചെടുപ്പ് കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാത്തിരുന്ന് കാണാം. ഒഞ്ചിയം എന്ന രക്തസാക്ഷി ഗ്രാമം ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? രൂപീകരിച്ചതിന് ശേഷം ഇതാദ്യമായി RMP 4 പഞ്ചായത്തുകളിൽ UDF-ഉമായി പരസ്യ സഖ്യത്തിലാണ്. 2 തവണ കൈവിട്ട 4 പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കാൻ LJD തിരിച്ചെത്തിയത് കരുത്താകുമെന്നാണ് CPM-ന്റെ പ്രതീക്ഷ. അങ്കത്താരികളുടെ മുഴക്കമുള്ള കടത്തനാട് രക്തസാക്ഷികളുടെ കൂടി മണ്ണാണ്. വിശ്വസിച്ച പ്രസ്ഥാനത്തിന് രക്തം കൊണ്ട് വളമായവരുടെ നാട്. TP ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച RMPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ശേഷവും പാർട്ടി തളർന്നിട്ടില്ലെന്ന് തെളിയിക്കണം. LJD LDF-ലെത്തിയ സാഹചര്യത്തിൽ ഒഞ്ചിയത്ത് RMPയും UDF-ഉം പരസ്യധാരണയിലാണ്. ഇത്തവണ വോട്ട് ഭിന്നിച്ചു പോകരുതെന്നാണ് UDF സഖ്യത്തിനുള്ള ന്യായം. ഇപ്പോൾ കേരളത്തിലാകെ CPM-ഉം ഗവൺമെൻറ്റും അങ്ങേയറ്റം ദുഷിച്ച് നാറിയൊരവസ്ഥയിൽ ഒരു ഇടതുപക്ഷ പാർട്ടിക്കും CPM പോലുള്ള ഒരു പാർട്ടി അധികാരത്തിലെത്തിക്കാൻ ഉള്ള സമീപനം സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഏതൊക്കെ രൂപത്തിൽ നീക്കുപോക്ക് പോകണമെന്നത് പ്രാദേശികമായി ചർച്ച ചെയ്യും. രക്തസാക്ഷികളുടെ മണ്ണിൽ CPM-ന് കഴിഞ്ഞ 2 തവണയും കാലിടറിയതാണ്. ഒഞ്ചിയം തിരിച്ചുപിടിക്കാൻ ഏറെ കരുതലോടെയാണ് ഇത്തവണ CPM നീക്കം. ജയസാധ്യതയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള സ്ഥാനാർത്ഥി പട്ടികയായി. വികസന പ്രശ്നങ്ങൾക്കൊപ്പം RMPയുടെ UDF ബന്ധവും പ്രധാന ചർച്ചയാകും. ഇപ്പോൾ തന്നെ LJD വന്നതിൻ്റെ ഭാഗമായിട്ട് അഴിയൂരും ചോറോടും ഏറാമലയിലും LDF-ന്റെ നേതൃത്വത്തിലെ ഭരണമാണ് നിലവിലുള്ളത്. ഈ പഞ്ചായത്തുകൾ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ ഒഞ്ചിയവും വടകര ബ്ലോക്ക് പഞ്ചായത്തും തിരിച്ചുപിടിക്കുന്ന രൂപത്തിലേക്കുള്ള സമ്പൂർണ്ണമായിട്ടുള്ള വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്നത്. ഒഞ്ചിയം, ഏറാമല, അഴിയൂർ, ചോറോട് എന്നിങ്ങനെ 4 പഞ്ചായത്തുകളാണ് ഒഞ്ചിയം മേഖലയിൽ. ഒഞ്ചിയത്ത് RMPയും മറ്റിടങ്ങളിൽ UDF-ഉമായിരുന്നു ഭരണം. LJD മുന്നണി വിട്ടതോടെ ഒഞ്ചിയമൊഴികെ 3ഇടത്തും ഭരണം പോയി. സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായതോടെ ഒഞ്ചിയം ഉൾപ്പെടെ 4 പഞ്ചായത്തുകളും തെരഞ്ഞെടുപ്പ് ചൂടിൽ അമർന്നു കഴിഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്.
തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഇത്തവണയും പ്രധാന പ്രചാരണ വിഷയം ഭൂവിഷയങ്ങൾ തന്നെ. ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പട്ടയ വിതരണവും മുൻനിർത്തി വോട്ട് പിടിക്കാനാണ് LDF തീരുമാനം. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം ജില്ലയിൽ രാഷ്ട്രീയ ചലനമുണ്ടാക്കില്ലെന്ന കണക്കുകൂട്ടലാണ് UDF. രണ്ട് പ്രളയവും കോവിഡും മൂലം ആഘാതത്തിലായ കാർഷിക വിനോദസഞ്ചാര മേഖലകളുടെ അതിജീവനവും ഭൂപ്രശ്നവുമാണ് ഇടുക്കിയിൽ മുഖ്യ പ്രചാരണ വിഷയമാവുക. പ്രളയ പുനർനിർമ്മാണത്തിലെ പരാജയവും UDF പ്രചാരണ വിഷയമാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് മുന്നണി. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ മുന്നണി മാറ്റം ബാധിക്കില്ല എന്നും UDF വിലയിരുത്തുന്നു. പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ഒന്നും കൊടുത്തില്ല. ഭൂവിഷയങ്ങൾ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജില്ലയാണ്. ആ കാര്യത്തിലും സർക്കാരിൻ്റെ നിലപാട് അങ്ങേയറ്റം നിഷേധാത്മകമാണ്, വഞ്ചനാപരമാണ്. അപ്പോൾ ഈ ഒരു വിഷയം അംഗീകരിച്ചില്ല എന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിഷേധമുള്ള കാര്യമാണ്. അതിനെതിരെയുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ അറിയില്ല. പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തുറന്നാണ് LDF പ്രചാരണത്തിലേക്ക് കാലെടുത്തു വെച്ചത്. സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിൽ UDF-നേക്കാൾ ഒരു പടി മുന്നിലാണ് LDF. ജില്ലയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ മുന്നേറ്റം ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടാകും. ഏറ്റവും പ്രധാനമായി വരുന്നൊരു കാര്യം, ഒന്ന് LDF-നകത്ത് വലിയ നിലയിലുള്ള ഐക്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മുന്നണിക്കകത്ത് മറ്റ് യാതൊരു അലോസരങ്ങളും സാധാരണ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ചില അലോസരങ്ങൾ, അങ്ങനെ ഏതെങ്കിലുമുള്ള ഒരു പ്രദേശത്ത് ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും നിലനിൽക്കുന്നില്ല എന്നുള്ളത്. തൊടുപുഴ നഗരസഭയിലടക്കം കഴിഞ്ഞ തവണ നേടിയ വിജയം ഇത്തവണ ഇരട്ടിയാക്കാം എന്ന പ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. പഞ്ചായത്ത് തലത്തിൽ പ്രചാരണത്തിന് ഇതിനകം തുടക്കം കുറിച്ചതും നേട്ടമാകുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. BJPക്കും ഇവിടെ അധികാരത്തിലെത്താൻ കഴിയുമെന്നും അതുപോലെ തന്നെ അധികാരത്തിലെത്തിയാൽ ജനോപകാരപ്രദമായിട്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഇന്ന് രംഗത്തേക്ക് വരുന്നത്, ഇലക്ഷനെ നേരിടുന്നത്. ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം മൂലം പലയിടത്തും സീറ്റ് വിഭജനത്തിൽ ഇരു മുന്നണികളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com.